നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. നമുക്ക് തൊലി ഒന്ന് അടന്നു പോകുന്ന ഒരു ഫീലിങ് എനിക്ക് കണ്ട. ഈ ഒരു ഭാഗത്തും ഇങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങളില് തൊലി അടന്നു പോകുന്ന ഒരു ഫീലിങ് എനിക്കുണ്ട്. ഞാനിത് പൊളിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ കറക്റ്റ് നമ്മുടെ തൊലി പോകുന്ന ഒരു ഫീലാണ് കേട്ടോ. അത് എനിക്കറിയില്ല. അത് നീ അപ്പൊ എന്തായാലും പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവരും സ്വാഗതം. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ കണ്ടല്ലോ, വെളുത്തിട്ട് പാറാൻ വേണ്ടിയിട്ട് തേക്കിട ക്രീമുകളെ കുറിച്ചിട്ട്. അപ്പോൾ ഈ ഇടയ്ക്ക് നമുക്ക് അതിനെക്കുറിച്ച് ഒരു ഇത് വന്നതാണ്, വെളുത്തിട്ട് പാറിയിട്ട് കിഡ്നിക്കൊക്കെ പ്രശ്നങ്ങൾ വന്നതും ഒക്കെ അല്ലേ. അതിൻ്റെയൊക്കെ ഒന്ന് ഒതുങ്ങി ഇതാ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. ബഷീറുടെ ക്രീം ഉപയോഗിച്ചിട്ട് ഇവിടെയൊക്കെ തോല് പോകണു എന്നാണ് പറയുന്നത്. ഈ ഭാഗങ്ങളിലൊക്കെ തോല് പോകുന്നു എന്നാണ് ഇവർ യൂട്യൂബറാണ്, അവരുടെ യൂട്യൂബിൽ അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വില എത്രയാണെന്ന് അറിയാം? 1500 രൂപയാണ്. വെറും 50 ഗ്രാം ബോട്ടിൽ 1500 രൂപയാണ് ഇതിന്. അപ്പോൾ ഇത് തേച്ചിട്ട് ഇവർക്ക് ഇവിടെയൊക്കെ തോല് പോയി എന്നാണ് പറയുന്നത്. ഇത് ഭയങ്കരമായിട്ട് തേക്കണം, മൂത്ത് മൊത്തത്തിൽ രാത്രി തേച്ച് കിടക്കണം, എന്നിട്ട് രാവിലെ ഹാൻഡ് വാഷ് ഇട്ട് കഴുകണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവർ ഫസ്റ്റ് തന്നെ ഇതിനെ കുറിച്ച് അതിൻ്റെ പാക്കിങ്ങും ഇതൊക്കെ നല്ല അഭിപ്രായമാണ് പറയുന്നത്. അതിൻ്റെ പാക്കിങ് ഭയങ്കര ലക്ഷറി പാക്കിംഗ് ആണ്, അതുപോലെ തന്നെ നല്ല ഇതാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് അവർക്ക് 10-15 ദിവസം അവർ തേച്ചിട്ട്, അപ്പോൾ അത് തേച്ചതിന് ശേഷം ഇവിടെയെല്ലാം ഇങ്ങനെ തോല് പോകുന്നതെന്ന് പറയുന്നുണ്ട്. ഈ ഭാഗങ്ങളിലൊക്കെയാണ് തോല് പോകുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് മഷൂറയും സുഹാനയൊക്കെ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നത്, അവർ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. സുഹാന ഇത് തേച്ചിട്ടാണ് ഇത്രയും കളർ വന്നതെന്ന് പറയുന്നുണ്ട്. സുഹാന പഴയ വീഡിയോ ഒക്കെ നമുക്ക് എടുത്ത് നോക്കുമ്പോൾ അറിയാം, സുഹാന ഭയങ്കര കറുത്തിട്ടാണ്, കളർ ഒട്ടും ഇല്ലാത്താണ്. അപ്പോൾ സുഹാന തന്നെ ഇത് തേച്ചിട്ട് ഭയങ്കരമായിട്ട് നിറം വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷെ ഇവർ തേച്ചിട്ട് പറയുന്നത് ഇവർക്ക് ഇവിടെ സ്കിന്നെല്ലാം അടന്നു പോകുന്നൊരു ഇതാണ് അവർക്ക് വരുന്നത്. വെറും 15 ദിവസം ഇവർ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഇതിലൊക്കെ കാണുന്ന വെളുത്തിട്ട് പാറാൻ വേണ്ടിയിട്ട് തേക്കുന്ന ക്രീമുകളൊക്കെ കേട്ടപാട് വാരി വലിച്ച് തേക്കാതിരിക്കുക. വാരി വലിച്ച് തേക്കുന്ന സമയത്ത് നമുക്കിങ്ങനെ എട്ടിൻ്റെ പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ വെറുതെ എന്തെങ്കിലുമൊക്കെ പറയണത് കേട്ടിട്ട് അവർ ചിലപ്പോൾ ഫിൽറ്റർ ഇട്ടിട്ടൊക്കെ ആയിരിക്കും അവരതിൽ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ അതൊക്കെ കണ്ടിട്ട് വെറുതെ വാരി വലിച്ച് തേക്കാൻ നിൽക്കുമ്പോൾ നമ്മുടെ സ്കിന്നിന് തന്നെ ആയിരിക്കും നമുക്ക് പ്രോബ്ലംസ് വരുന്നത്. ഈ ഇടയ്ക്ക് പോലും ആ ഒരു ക്രീം തേച്ചിട്ട് വെളുത്തിട്ട് പാറയെന്നുള്ള ഒരു ഇത് പറഞ്ഞിട്ട് ക്രീമെല്ലാം തേച്ചിട്ട് അവരുടെ കിഡ്നിക്കൊക്കെ പ്രശ്നം വരുന്നു എന്ന് പറഞ്ഞ് കേട്ടതാണ് നമ്മൾ. വീണ്ടും അപ്പോൾ അതിൻ്റെയൊക്കെ ഒതുങ്ങി വീണ്ടും നമ്മൾ ഇങ്ങനെയുള്ള പരസ്യങ്ങളും ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വാരി വലിച്ച് തേക്കും കളർ വെക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അതൊരു പരിധിവരെ നമ്മളിങ്ങനെ തേക്കരുത്, നമ്മുടെ സ്കിന്നിന് തന്നെയാണ് ഇത് പ്രോബ്ലം ആയിട്ട് വരുന്നത്. ഒരുപാട് ഡോക്ടേഴ്സ് പറയുന്നുണ്ട് ഇങ്ങനെ പരസ്യത്തിലും ഇതിലും കാണുന്ന പോലെ നിങ്ങൾ വാരി വലിച്ച് ക്രീമുകൾ തേക്കരുത്, നിങ്ങൾക്കത് പിന്നീട് ദോഷം ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മൾ ഇത് പരസ്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ ക്രീം തേക്കാതിരിക്കും. നമുക്ക് എത്രയാണോ കളറുള്ളത് അത് ശരിക്കും നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു വീഡിയോ എടുക്കുമ്പോൾ മാക്സിമം അവർ ഫിൽറ്റർ ഇട്ടിട്ടായിരിക്കും വീഡിയോ എടുക്കുന്നത്. അത് അല്ലെങ്കിൽ അവർ ഒരുപാട് ഇതായിട്ട് ചെയ്തിട്ടായിരിക്കും വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും നേരത്തെ കളറും ഇപ്പോഴത്തെ കളറും കൂടെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത്രയും കളറോ, അപ്പോൾ എന്തായാലും നമ്മളിത് തേച്ച് എനിക്കും കളർ വരുമെന്ന് പറഞ്ഞിട്ട് നമ്മളത് യൂസ് ആക്കും. പക്ഷെ അത് നമ്മുടെ സ്കിന്നിന് ഭയങ്കരമായിട്ട് പ്രശ്നം വരും. ഞാനൊന്നും തേക്കാറില്ല കേട്ടോ, മുഖത്ത് ക്രീമുകളോ ഒന്നും ഉപയോഗിക്കാറില്ല. ഇത് മാത്രം ഞാൻ പൗഡർ മാത്രം ഉപയോഗിക്കും. പൗഡറും പിന്നെ വേറൊരു ചെറിയൊരിതായിട്ടുള്ളൊരു ഇത് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. അല്ലാതെ ഞാൻ ഫേസിൽ ഞാൻ ഒന്നും അപ്ലൈ ചെയ്യാറില്ല. പിന്നെ ഞാൻ ഹാൻഡ് വാഷ് ഉപയോഗിക്കും. ഹാൻഡ് വാഷ് അല്ല, ഫേസ് വാഷ് ഹിമാലയയുടെ ഫേസ് വാഷ് ഉണ്ടല്ലോ, ഫേസ് വാഷും കൂടെ ഉപയോഗിക്കും. ഹാൻഡ് വാഷ് എന്നാണ് പറയണത്, ഇതായിപ്പോയി. നമ്മൾ ആകുന്നത് നമ്മുടെ സ്കിന്നിൽ ഒന്നും ഉപയോഗിക്കാതിരിക്കുന്നത്. പിന്നെ നാച്ചുറൽ ആയിട്ടുള്ളത് തേക്കുമ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഇതൊക്കെ തേക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിന് പ്രോബ്ലംസ് ഒന്നും വരില്ല. പിന്നെ നമ്മൾ ഈ പുറത്തുനിന്നുള്ള ക്രീമുകളൊക്കെ വാങ്ങിച്ച് അതും ഒരു ഇതല്ല. നമ്മൾ എന്താ പറയുക, നമ്മൾ എന്തൊക്കെ ക്രീമുകളാണ് കാണുന്നത് അതെല്ലാം വാരി വലിച്ച് തേക്കും. അപ്പോഴാണ് നമുക്ക് ഇങ്ങനെയുള്ള സ്കിന്നിന് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ബഷീറുടെ ഈ ക്രീം തേച്ചതിന് ശേഷമാണ് ഇവർക്ക് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ എത്ര പേര് ഇനി പരാതിയായിട്ട് വരുന്നുള്ളതൊന്നും അറിയില്ല. അപ്പോൾ നമുക്ക് ഒരുപാട് പൈസയും കൊടുത്തിട്ട് നമ്മുടെ ഉള്ള സ്കിന്നും കൂടെ പോവാന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ ആകുന്നതും ഇങ്ങനെയുള്ള ക്രീമൊന്നും തേക്കാതിരിക്കുക. നമ്മുടെ സൗന്ദര്യത്തിൽ തന്നെ നമ്മൾ തൃപ്തിപ്പെട്ടിട്ട് പോവുക. അല്ലാതെ നമ്മുടെ ഈ കറുപ്പ് കളർ എന്തായാലും നമ്മൾ കറുപ്പാണെങ്കിൽ അത് ഒരുപാട് വെളുപ്പിക്കാനൊന്നും നമുക്ക് പറ്റില്ല.
വെളുപ്പിച്ച് എന്താ നമ്മുടെ കുടുംബം തന്നെ വെളുക്കേണ്ട അവസ്ഥയാണ്. ഇതൊരു 50 ഗ്രാമിനാണ് 1500 രൂപ എന്ന് പറയുന്നത്. അപ്പോൾ ഭയങ്കര എക്സ്പെൻസീവ് തന്നെയാണ്. അപ്പോൾ അത് ഒരുപാട് ഇതാണ്. അപ്പോൾ നിങ്ങൾ ആകുന്നതും ഇങ്ങനെയുള്ള ഇതിലൊക്കെ വഞ്ചിതരാകാതിരിക്കുക. നമ്മുടെ നാച്ചുറൽ കളർ തന്നെ നമ്മൾ അതുമായിട്ട് മുന്നോട്ട് പോകുക. അതുപോലെ തന്നെ നമ്മൾ എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് പറയാനുള്ളത്, നമ്മൾ വീട്ടിലുള്ള എന്തെങ്കിലുമൊക്കെ റെമഡീസ് നമ്മൾ മുഖത്തിൽ അപ്ലൈ ചെയ്യുക. അല്ലാതെ നമ്മൾ കണ്ണി കണ്ട ക്രീമുകളൊന്നും തേച്ച് അവർ വീഡിയോസ് കണ്ടിട്ട് നമ്മളിങ്ങനെ ചെയ്യാതിരിക്കുന്നത്. അവർ ഫിൽറ്ററും അതും ഇതൊക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും അവർ വീഡിയോസ് ചെയ്യുന്നത്. അത് കണ്ട് നമ്മൾ മതിമറക്കരുത്. നമ്മൾ നമ്മുടെ ശരീരമാണ്, നമ്മുടെ സ്കിന്നാണെന്നുള്ളത് ഓർത്തിട്ട് നമ്മൾ ഇങ്ങനെയുള്ളതൊന്നും വാരി തേച്ച് നമ്മുടെ പൈസയും പോവും, കുടുംബവും വെളുക്കും, നമ്മുടെ സ്കിന്നും പോവും, എല്ലാം പോവും. ആ ഒരു അവസ്ഥയിലാവും. അപ്പം നിങ്ങളിത് ആലോചിച്ചിട്ടൊക്കെ നിങ്ങൾ ഇങ്ങനെ ഉപയോഗിക്കുക. അപ്പം എനിക്ക് ഇത്രേ പറയാനുള്ളൂ. നമ്മൾ വെറുതെ പൈസ കൊടുത്ത് നമ്മുടെ ഇത് ഇല്ലാതാക്കണ്ട, നമ്മുടെ സ്കിന്നും ആരോഗ്യം ഇല്ലാതാക്കണ്ട. അപ്പം നമ്മൾ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ സ്കിന്ന് വെളുപ്പിക്കാനൊക്കെ നോക്കുക. അല്ലാതെ ഇങ്ങനെയുള്ള ഇതൊന്നിലും വഞ്ചിതരാകാതിരിക്കുക. ഇനിയെങ്കിലും ഒരു പാഠമാകട്ടെ. ഇപ്പം രണ്ടാമത്തേതാണ് വെളുത്തിട്ട് പാറാനുള്ള രണ്ടാമത്തെ ക്രീമാണ് ഇതിൻ്റെ. വേറൊരു എനിക്ക് പേര് ഓർമ്മയില്ല, വൈത്തുൽ തസ്കിലിയ അങ്ങനെ എന്തോ ഒരു പേരുണ്ടല്ലോ. അവരുടെ ക്രീമും തേച്ചിട്ട് വെളുത്തിട്ട് പാറിയെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ. അപ്പം ഇങ്ങനെയൊക്കെ തേക്കാതിരിക്കാവുന്നതും ക്രീമുകളൊന്നും ഉപയോഗിക്കാതെ നമ്മുടെ നാച്ചുറൽ നമ്മുടെയൊക്കെ എന്താണോ സൗന്ദര്യമുള്ളത് ആ സൗന്ദര്യത്തിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോവുക. എനിക്ക് ഇത്രേ പറയാനുള്ളൂ, കൂടുതലായിട്ടൊന്നും പറയാനില്ല. ഞാൻ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും, ബൈ.